നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകം കൂളിമുട്ടത്ത് കടൽക്ഷോഭം രൂക്ഷം. ശക്തമായ കുഴിപ്പൻ തിരമാലകളാണ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. പോലീസുകാർ വിവാദങ്ങൾക്ക് പിന്നാലെ പോകരുതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയായിരിക്കും മദ്യനയം നടപ്പിലാക്കുകയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. മതിലകം കൂളിമുട്ടത്ത് കടൽക്ഷോഭം രൂക്ഷമായി. ശക്തമായ കുഴിപ്പൻ തിരമാലകളാണ് കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. നിരവധി തെങ്ങുകളും ചൂളമരങ്ങളും ഇതിനോടകം കടപുഴകി വീണിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതലാണ് കടൽക്ഷോഭം ശക്തമായത്. ഭജനമഠം കടപ്പുറത്ത് താമസിക്കുന്ന മുളങ്ങാട്ട് ദാസന്റെ വീട് ഏതു നിമിഷവും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. മത്സ്യത്തൊഴിലാളിയായ ദാസന്റെ 10 സെന്റ് സ്ഥലത്തെ ഏതാനും ഭാഗം ഇതിനോടകം കടലെടുത്തു കഴിഞ്ഞു. 10 വർഷത്തോളമായി ഈ ഭാഗത്തെ കടൽ ഭിത്തി തകർന്നിട്ട്. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ ജനപ്രതിനിധികളും കലക്ടർ അടക്കമുള്ളവരും സ്ഥലത്തെത്താറുണ്ടെങ്കിലും വേണ്ട നടപടികൾ ഒന്നും ഉണ്ടാകാറില്ലെന്നും ഈ വീട്ടുകാർ പറയുന്നു. കല്ല് ഇവിടെ ഇട്ട് തന്നാൽ ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. വെച്ചാൽ കല്ല് ഇടിഞ്ഞു പോയൊക്കെയാണ്. ഇടിഞ്ഞു പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഗതികേട് വന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും വിളിച്ച് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ കല്ലടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, അത് മേലെ നിന്നുള്ള ഇതാണ് വേണ്ടത്, അപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ജീവിക്കും. 2 മക്കളും ഞങ്ങൾ 2 പേരുണ്ട്. കടൽ തൊഴിലാളിയാണ്, കടലിൽ പണിക്ക് പോണതാണ്, അതുകൊണ്ടുള്ള ജീവിതമാണ്. എത്രയും പെട്ടെന്ന് തീരവും വീടുകളും സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പോലീസുകാർ വിവാദങ്ങൾക്ക് പിന്നാലെ പോകരുതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമവിധേയമായ കാര്യങ്ങളാണ് പോലീസുകാർ ചെയ്യേണ്ടത്. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു രാഷ്ട്രീയ പരിഗണനയും ലഭിക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥർ സമചിത്തയോടെ പെരുമാറണമെന്നും മന്ത്രി പറഞ്ഞു. ജവഹർ ബാലഭവനിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് KA തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി RS പ്രീത്, മേയർ അജിത ജയരാജൻ, മുരളി പെരുന്നെല്ലി MLA, കമ്മീഷണർ ഡോക്ടർ J ഹിമേന്ദ്രനാഥ് തുടങ്ങിയവരും സംസാരിച്ചു. എല്ലാവിധ ജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയായിരിക്കും മദ്യനയം നടപ്പിലാക്കുകയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യവർജനത്തിലൂടെ മദ്യത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. വൈൻ, ബിയർ വിൽക്കുന്ന ബാർ, ഹോട്ടലുകളിൽ വിദേശ മദ്യം വിൽപ്പന നടത്തിയാൽ കർശന നടപടിയെടുക്കും. മദ്യം ഉപയോഗത്തേക്കാൾ അമിതമായി യുവാക്കൾക്കിടയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുവാൻ കർശന നടപടിയെടുക്കുന്നതിന് എക്സൈസ് എൻഫോഴ്സ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയ സംഘത്തിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മദ്യവർജനം നയമായി അംഗീകരിച്ചുകൊണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ പൊതുസമീപനം ഇന്നലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഈ അടിസ്ഥാന ധാരണയിൽ നിന്നുകൊണ്ട് തുടർന്നുള്ള പരിപാടികൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. SYS പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബദർ അനുസ്മരണവും ദുആ മജ്ലിസും സാന്ത്വനം കിറ്റ് വിതരണവും നടത്തി. ET ടൈസൺ മാസ്റ്റർ MLA സാന്ത്വനം കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. അബു താഹിർ ഹസനി, ഫضലുർ റഹ്മാൻ ഫാദിലി, അബ്ബാസ് മുസ്ലിയാർ, അബ്ദുറഹീം മുസ്ലിയാർ, മൂസ മുസ്ലിയാർ, UB മുഹമ്മദ് അലി, EK ഷാഹിദ്, VA അൻവർ തുടങ്ങിയവരും സംസാരിച്ചു. എന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുണ്ട് മക്കളെ. തനസ്സലുൽ മലായികത്തു വറൂഹ് എന്ന് പറഞ്ഞ റൂഹും ജിബ്രീലാണെന്ന് അഭിപ്രായമുണ്ട് മുഫസ്സിറുകൾക്ക്. ജിബ്രീൽ ഇന്ന് രാത്രി പെരിഞ്ഞനത്ത് വരാനും സാധ്യതയുണ്ട്. പോയി കിടന്നുറങ്ങണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നന്നായി ചിന്തിക്കണം. ആ റൂഹുൽ അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും വിറക്കുകയാണ്. സർവം നബിമാരും ബേജാറിലാണ്. അതിനിടയിലാണ് ഈ വോട്ട് തൂക്കുന്നത്. അതിങ്ങനെ തൂക്കുമ്പോ കാണാൻ തോറ്റു എന്ന് കണ്ടപ്പോ പെട്ടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSU ജില്ലാ നേതാക്കളെയും പെരിഞ്ഞനം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിനീഷിനെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി.
DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, മണ്ഡലം പ്രസിഡന്റ് പ്രദോഷ് കുമാർ, KS പങ്കജാക്ഷൻ, KV ചന്ദ്രൻ, KK കുട്ടൻ, CP അനിൽ, ഗീതാ മാധവൻ, സുഷമ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ASF കൈപ്പമംഗലം മണ്ഡലം പഠന ക്യാമ്പ് SN പുരത്ത് നടന്നു. ASF ദേശീയ സെക്രട്ടറി KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് 11 വർഷങ്ങൾക്ക് മുമ്പാണ് വിദ്യാർത്ഥികൾക്ക് ഒരു സംഘടന രൂപം കൊള്ളുന്നത്. ഈ സംഘടനയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്, അതിന്റെ ആലോചനകൾ നടത്തിയത്, അതിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായത് അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന, അതിന്റെ നേതൃത്വ നിലയിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാരുടെ ചിന്തയിൽ നിന്നാണ്. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകരുവാൻ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം അനിവാര്യമാണ് എന്ന ആലോചനയിൽ നിന്നാണ് നമ്മുടെ സംഘടന രൂപം കൊള്ളുന്നത്. മണ്ഡലം പ്രസിഡന്റ് VS ഗോകുൽ അധ്യക്ഷത വഹിച്ചു. ശ്യാൽ പുതുക്കാട്, PV മോഹനൻ, BG വിഷ്ണു, മിനി ഷാജി, PR ഗോപിനാഥൻ, SM ജീവൻ, KU ജിഷ്ണു, CG ശരത് തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.